പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നവരിൽ ദില്ലി തിലക് നഗർ നിവാസികളുമുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. തിലക് നഗറിൽ നിന്നും 100-ലേറെ പേരെ വിദേശത്തേക്ക് അനധികൃതമായി കടത്തിയെന്നാണ് വിവരം. ആരൊക്കെ മുനമ്പം വഴി കടന്നു എന്നറിയാൻ തിലക് നഗറിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ശരത് കെ ശശി ചേരുന്നു. ശരത്, നേരത്തെ അംബേദ്കർ കോളനിയുമായി ബന്ധപ്പെട്ടായിരുന്നു പുറത്തെത്തിയ വിവരങ്ങൾ. പുതിയ മേഖലകൾ കൂടി മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുകയാണോ? എന്തൊക്കെയാണ് ഇതിന്റെ വിവരം? അജിംഷാദ്, മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നതായി സംശയിക്കുന്നവരുടെ ദില്ലി അംബേദ്കർ നഗർ കോളനിയിലെ വീടുകളിൽ നടത്തിയ പരിശോധനയിലും അതുപോലെ തന്നെ അന്വേഷണത്തിലുമാണ് തിലക് നഗർ നിവാസികളും ഇതേ രീതിയിൽ അനധികൃതമായി വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്ന ഒരു വിവരം കേരള പോലീസിന് ലഭിച്ചത്. അംബേദ്കർ കോളനിയിലെ താമസക്കാർ തന്നെയാണ് തിലക് നഗറിലെ തങ്ങളുടെ ബന്ധുക്കൾ വിദേശത്തേക്ക് പോയതായി പോലീസിന് വിവരം നൽകിയിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് പോയ ഇത്തരം ആളുകൾ വീഡിയോ കോൾ വഴി നാട് കടക്കാൻ ക്യാൻവാസ് ചെയ്തിട്ടുണ്ട് എന്നും പോലീസിനോട് ഇന്നലെയും ഇന്നുമായി നടന്ന ചോദ്യം ചെയ്യലിൽ അംബേദ്കർ കോളനി നിവാസികൾ പറഞ്ഞിട്ടുണ്ട്. തിലക് നഗറിൽ നിന്നും 100-ലേറെ പേർ വിദേശത്തേക്ക് പോയെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമികമായ വിവരം. ഇതിൽ ആരൊക്കെയാണ് മുനമ്പം വഴി പോയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ വിവരം നിലവിൽ പോലീസിനില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം തിലക് നഗറിലേക്കും പോലീസ് ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ അംബേദ്കർ നഗർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വസ്തുക്കച്ചവടക്കാരനായ സോനുവിന് ഈ ഒരു മനുഷ്യക്കടത്തിൽ കാര്യമായ ബന്ധമുണ്ടെന്ന ഒരു സംശയം ഇപ്പോൾ ബലപ്പെട്ടിട്ടുണ്ട്. കാരണം കേരള പോലീസ് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ എത്തിയത് മുതൽ ഇയാൾ അപ്രത്യക്ഷനായതാണ് ഇത്തരം ഒരു സംശയം ബലപ്പെടുത്താൻ കാരണമായിരിക്കുന്നത്. ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായി നടക്കുന്നുണ്ട്. ദില്ലി പോലീസിന്റെ സഹായം കൂടാതെയാണ് ഇപ്പോൾ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ദില്ലിയിലെ അന്വേഷണം കേരള പോലീസ് നടത്തുന്നത്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഉന്നത ബന്ധങ്ങൾ ഉണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രാദേശിക പോലീസ് സഹായം തേടാൻ ഇപ്പോൾ കേരള പോലീസ് തയ്യാറാകാത്തത്. ഏതായാലും സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്ന പശ്ചാത്തലത്തിൽ നാളെ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അന്വേഷണ സംഘത്തോടൊപ്പം ചേരുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അജിംഷാദ്. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി കേരളത്തിന്റെ വിജയഗാഥ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ചരിത്രത്തിലാദ്യമായി കേരളം സെമിയിൽ. ക്വാർട്ടറിൽ ഗുജറാത്തിനെ വീഴ്ത്തിയാണ് കേരളത്തിന്റെ ചരിത്ര നേട്ടം. 195 റൺസ് വിജയലക്ഷ്യവുമായി 3-ാം ദിനം 2-ാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്തിനെ പേസർമാരുടെ മികവിൽ കേരളം 81 റൺസിന് എറിഞ്ഞിട്ടു. 113 റൺസിനായിരുന്നു കേരളത്തിന്റെ ജയം. 5 വിക്കറ്റ് വീഴ്ത്തിയ ബേസിൽ തമ്പിയും 3 വിക്കറ്റ് എടുത്ത സന്ദീപ് വാര്യരും ചേർന്നാണ് ഗുജറാത്തിനെ തകർത്തത്. ബേസിൽ തമ്പിയാണ് മാൻ ഓഫ് ദി മാച്ച്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ ചരിത്ര നേട്ടം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് സച്ചിൻ ബോബി. കേരളത്തെ കഴിഞ്ഞ വർഷം തോൽപ്പിച്ച ടീമിനെതിരെ കളിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സിജോ മോനും അറിയിച്ചു. വളരെ സന്തോഷം, നമ്മുടെ കേരള ടീമിന് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിയതിൽ. എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റേജിലാണ്. ടീം മാനേജ്മെന്റും കോച്ചസും എല്ലാം നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റ് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മളെ ക്വാർട്ടർ ഫൈനൽ തോപ്പിച്ച ടീമാണ് വിദർഭ. അപ്പോൾ അവർക്കെതിരെ കളിക്കാൻ സാധിച്ച സന്തോഷമുണ്ട്. ആലപ്പാട് ഖനനം സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും. ജനങ്ങളുടെയും തൊഴിലാളികളുടെയും സർക്കാരിന്റെയും താൽപര്യം സംരക്ഷിച്ച് ഖനനം തുടരുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ചർച്ചയ്ക്കുള്ള ക്ഷണം പ്രത്യേക ദൂതൻ മുഖേന സമരക്കാർക്ക് കൈമാറിയതായും മന്ത്രി അറിയിച്ചു. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും കമ്പനി തലത്തിലും അവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ സമരം നടത്തുന്ന ജനങ്ങളുമായിട്ട് ഒരു ചർച്ച ആവശ്യമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ പങ്കാളികളായിട്ടുള്ളവരെ പ്രത്യേകമായി ക്ഷണിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആ കാര്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജനങ്ങളുടെ താല്പര്യങ്ങളും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളും തൊഴിലാളികളുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു നിലപാടായിരിക്കും ഗവൺമെൻറ് സ്വീകരിക്കുക. എല്ലാവരും ഖനനം തുടരാമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് ചില ആശങ്കയുണ്ട്. അവർക്ക് ഉള്ള ആശങ്കകൾ പരിഹരിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFന്റെ നേതൃത്വത്തിൽ 2 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കും. 14 ദിവസം നീളുന്ന ജാഥ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. മാർച്ച് 2-ന് ജാഥ തൃശൂരിൽ സംഗമിക്കും. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിലാണ് തീരുമാനം. LDF വിപുലീകരിച്ച ശേഷം നടന്ന ആദ്യ യോഗമായിരുന്നു ഇന്നത്തേത്. അടുത്ത യോഗം ഫെബ്രുവരി 2-ന് നടക്കും. മുന്നണിയിലെടുത്ത പാർട്ടികളുടെ പ്രതിനിധികളെ LDF ജില്ലാ മണ്ഡലം കമ്മിറ്റികളിൽ ഉൾപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. UDF യോഗം അല്പസമയത്തിനകം നടക്കും. നേരത്തെ 11 മണിക്ക് ചേരാനിരുന്ന യോഗമാണ് ഉച്ചയിലേക്ക് മാറ്റിയത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ചയുടെ മുഖ്യ അജണ്ട എന്നുമുള്ളത് അറിയുന്നു. ലെസ്ലി ജോൺ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ലെസ്ലി, അതായത് നിരവധി തർക്കങ്ങൾ UDFനെ സംബന്ധിച്ചുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉന്നയിക്കുന്നത്, ജേക്കബ് വിഭാഗം ഉന്നയിക്കുന്ന ഇത്യാദി തടസ്സങ്ങൾ പറയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് UDFന്റെ യോഗം ചേരുന്നത്. എന്തൊക്കെയാണ് പ്രധാന ചർച്ച? അജിംഷാദ്, പ്രധാനമായും ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇന്നത്തെ UDF യോഗത്തിൽ പ്രധാന അജണ്ടയായി ചർച്ചയ്ക്ക് വരുന്നത്. മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് നിർണായകമായ പങ്ക് വഹിക്കേണ്ട, UPA സർക്കാരിന് നിർണായകമായ പങ്ക് വഹിക്കേണ്ട ഒരു അവസരം വരുന്നുണ്ട്. ഈ അവസരത്തിന് അനുയോജ്യമായ രീതിയിൽ മാക്സിമം സീറ്റുകൾ ഇവിടെ കേരളത്തിൽ നിന്ന് സമാഹരിക്കുക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. ഇതനുസരിച്ചുള്ള ചർച്ചകളാവും പ്രധാനമായും ഇന്നത്തെ UDF യോഗത്തിൽ വരിക. മറ്റൊരു പ്രധാന വിഷയം, UDF വിട്ട് LDFലേക്ക് മാറിയ JDUവിന്റെ ഒരു വിഭാഗം ഇപ്പോഴും UDFനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. UDFന്റെ ഭാഗമല്ലെങ്കിൽ കൂടിയും ഇവർക്ക് ഒപ്പം പ്രവർത്തന മേഖലയിലുണ്ട്. ഒപ്പം NDA വിട്ട് JSലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്ന രാജൻ ബാബു വിഭാഗം ഇതിനോടകം തന്നെ UDFനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2 വിഭാഗത്തെയും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കൊപ്പം നിർത്തിക്കൊണ്ട് പ്രചരണ രംഗത്ത് ഇറക്കുക എന്നുള്ള ഒരു വീക്ഷണം കൂടി ഇന്നത്തെ UDF യോഗത്തിൽ ചർച്ചയായി വരും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയിക്കുക സംബന്ധിച്ചുള്ള വിഷയമാണ് പ്രധാന ചർച്ചാ വിഷയമായി വരിക. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന വിഷയമായി വരുന്നത് പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏതെല്ലാം വിഷയങ്ങൾ ഊന്നിയായിരിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി UDF മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഏകദേശ ധാരണ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. അജിംഷാദ്. ശരി ലെസ്ലി, അല്പസമയത്തിനകം UDF യോഗം ആരംഭിക്കും. ഇതിന്റെ വിവരങ്ങളാണ് ലെസ്ലി ജോൺ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, KSRTCയിൽ തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നതായി ലേബർ കമ്മീഷണറുമായുള്ള ചർച്ചയിൽ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി CMD ടോമിൻ ജെ തച്ചങ്കരി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ നടപ്പാക്കുകയാണെന്നും തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പരാതിപ്പെട്ടു. ഷെഡ്യൂൾ ക്രമീകരണം, ഡ്യൂട്ടി പരിഷ്കരണം, സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഉന്നയിച്ചത്. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്, കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, എന്തൊക്കെയാണ് ഹൈക്കോടതിയിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ? അജിംഷാദ്, അല്പം മുമ്പാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരമൊരു തീരുമാനമുണ്ടായത്. അതായത് ഈ കാരാട്ട് റസാഖ് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും ഇടത് സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം കേട്ടിരുന്നു. ഇന്ന് വാദം പൂർത്തിയായി വിധി പറയുകയാണുണ്ടായത്. ആ വിധിയുടെ രത്ന ചുരുക്കം ഇങ്ങനെയാണ്: കൊടുവള്ളി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നു. ഇടത് സ്വതന്ത്രൻ കാരാട്ട് അബ്ദുൾ റസാഖ് വിജയിച്ച തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. മാത്രവുമല്ല, എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ലീഗ് സ്ഥാനാർത്ഥി MA റസാഖ് മാസ്റ്റർ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കോടതി. ഇതിന്റെ കേസിന്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ്: ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് കാരാട്ട് റസാഖിന്റെ പ്രവർത്തകർ MA റസാഖ് മാസ്റ്റർ എന്ന സ്ഥാനാർത്ഥിക്കെതിരെ ചില വീഡിയോ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിച്ചിരുന്നു. അത് ഈ എതിർ സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായ തകരുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത്. അത് ബോധപൂർവം
പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രചരിപ്പിച്ചതാണ് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഹർജിയാണ് കോടതിയിലെത്തിയത്. ആ കൊടുവള്ളി മണ്ഡലത്തിലെ 2 വോട്ടർമാരായ KP മുഹമ്മദ്, മൊയ്തീൻ കുഞ്ഞി എന്നിവരായിരുന്നു തെരഞ്ഞെടുപ്പ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം എതിർ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിൽ നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എതിർ സ്ഥാനാർത്ഥി മുമ്പോട്ട് വെച്ച പരാതികൾ കൊടുവള്ളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചർച്ചയായതാണ്. ഈ വിഷയത്തിലാണ് കോടതിയുടെ തീരുമാനം എത്തിയിരിക്കുന്നത്. സാലി, അജിംഷാദ്, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ കോടതിയിൽ ഒരു കേസ് എത്തിയിരുന്നു. ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാരാട്ട് റസാഖ് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ആദ്യം സ്റ്റേ ചെയ്തു. പിന്നീട് ഈ ഹർജിക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ച സ്റ്റേ നീക്കി. തുടർന്നാണ് ഹൈക്കോടതിയിൽ വാദം നടന്നത്. അതിൽ വിശദമായ വാദം നടന്നതിന് ശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വിധിയുടെ പൂർണ്ണമായ കണ്ടന്റ് പുറത്ത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാരണത്താലാണ്, ഏതൊക്കെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് എന്നത് വ്യക്തതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് എബ്രഹാം മാത്യുവിന്റെ വിധിയാണ്. അല്പസമയത്തിനകം എബ്രഹാം മാത്യു ഹൈക്കോടതിയിൽ നിന്ന് വിരമിക്കും. അല്പസമയത്തിനകം തന്നെ വിരമിക്കൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ചേർത്ത് വായിക്കേണ്ട കാര്യം, അദ്ദേഹം വിരമിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു അവസാനത്തെ വിധിയായി തന്നെ ഇതിനെ കണക്ക് കൂട്ടണം. അത്തരം ഒരു പ്രാധാന്യം കൂടി ഉണ്ട്. ഇത് രാഷ്ട്രീയമായി പറഞ്ഞാൽ ഈ കാലത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 10 മണ്ഡലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിൽ സുപ്രധാനമായ ഒരു ഹർജിയായിരുന്നു കൊടുവള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള 2 വോട്ടർമാർ സമർപ്പിച്ച ഹർജി. ആ ഹർജിയിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. വിധിയുടെ പൂർണ്ണ രൂപം ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിയത് എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. പക്ഷെ പ്രധാനപ്പെട്ട ആരോപണം ഇങ്ങനെയായിരുന്നു: ഈ മണ്ഡലത്തില് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കാരാട്ട് റസാഖ് മത്സരിച്ചതും വിജയിച്ചതും. എതിർ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന MA റസാഖ് മാസ്റ്റർ ആയിരുന്നു. ഈ MA റസാഖ് മാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു കൈക്കൂലി വാങ്ങി എന്ന് ആരോപിക്കുന്ന ചില ദൃശ്യങ്ങൾ, കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചു എന്നായിരുന്നു ആരോപണം. അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ ഇത്തരമൊരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഈ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന പരാജയപ്പെട്ട് റസാഖ് മാസ്റ്റർ സമർപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും ഫലപ്രഖ്യാപനം വരികയും MA റസാഖ് മാസ്റ്റർ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. KP മുഹമ്മദ്, മൊയ്തീൻ കുഞ്ഞി എന്നീ 2 UDF പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ എതിർ സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായ തകർക്കുന്നതാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഹർജിയിൽ ഉണ്ടായിരുന്നത്. അത് കോടതി പരിഗണിച്ചു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ വീഡിയോ ഡോക്യുമെന്ററി കോടതി കാണുകയും ചെയ്തിരുന്നു. അതിന്റെ കണ്ടന്റ് കോടതി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം പരിഗണിച്ച ശേഷമാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി പ്രസ്താവം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് സാലി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 500ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു കാരാട്ട് റസാഖിന് ലഭിച്ചിരുന്നത്. BJP സ്ഥാനാർത്ഥിയായി അലി അക്ബർ എന്ന സംവിധായകനും ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഈ കൊടുവള്ളിയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുമ്പോൾ സ്വാഭാവികമായി എതിർ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കാറുണ്ടോ, അതോ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക മാത്രമാണോ ചെയ്തത്? ഈ അജിംഷാദ്, ഇക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി വിജയിയായി പ്രഖ്യാപിച്ചു എന്ന വിവരമാണ് നമുക്ക് ആദ്യം ലഭിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണ രൂപം ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. ഏതായാലും കൊടുവള്ളിയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി, കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയതായി കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എതിർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. തീർച്ചയായും ലീഗിനെതിരെ ഇതുപോലെ കെ സുരേന്ദ്രനും ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ സ്ഥാനാർത്ഥി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇവിടെ ലീഗിന് യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിലൊരു വിജയം എന്ന് പറയാവുന്ന ഒരു നീക്കമാണ് കോടതിയിൽ നിന്നുണ്ടായത്, അല്ലേ?
ആജിംഷാദ്, അഴീക്കോടും മഞ്ചേശ്വരവും നമുക്കറിയാം. അഴീക്കോടിന്റെ കാര്യത്തിൽ വിധി വരികയും ചെയ്തു, ലീഗിന് തിരിച്ചടിയാവുകയും ചെയ്തു. മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ കോടതിയിൽ പെൻഡിംഗ് ആണ് ആ കേസ്. പക്ഷെ മൂന്നാമതൊരു കേസ് തന്നെ വടക്കൻ മലബാറിൽ നിന്ന് വന്നിരിക്കുന്നു. ആ കേസ് പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അനുകൂലമാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് അറിയേണ്ടത് MA റസാഖ് മാസ്റ്ററുടെ വിജയിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ, എതിർ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. വിജയിയായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ തുടർച്ചയായ നിയമ നടപടികൾ ഇനി മുന്നോട്ട് പോകേണ്ടി വരും. ഒപ്പം തന്നെ ആ നിയമ നടപടികൾക്ക് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പ് ആ മണ്ഡലത്തിൽ നടത്തേണ്ടതായും വരും. തീർച്ചയായും കോടതി വിധിയെ ആശ്രയിച്ച് തന്നെ ഇരിക്കും. അതിന്റെ വിശദാംശങ്ങൾ എത്താതെ കൃത്യമായി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയെന്നത് ശരിയാണ്. പക്ഷേ എതിർ സ്ഥാനാർത്ഥിയായ MA റസാഖ് മാസ്റ്ററെ വിജയിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നത് കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമേ അറിയാനാകൂ. പ്രാഥമികമായ വിവരങ്ങളാണ് സാലി പറയുന്നത്. ശരിയാണ്. യഥാർത്ഥത്തിൽ KM ഷാജിക്കേറ്റ ഒരു വലിയ തിരിച്ചടിയിൽ ഉള്ള നാണക്കേട് ലീഗിന് ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഒരു ചെറിയ ആശ്വാസം എന്ന നിലയിലേക്ക് ഈ ഇപ്പോഴത്തെ കോടതി വിധി രൂപപ്പെടുകയാണ് അല്ലേ? ആജിംഷാദ്, തീർച്ചയായും. പക്ഷേ ഈ ആരോപണങ്ങളെ കുറിച്ച് അന്ന് ഈ വാദത്തിനിടെ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ ആവശ്യമായ തെളിവുകൾ ഈ കേസിൽ ഹർജിക്കാർ ഹാജരാക്കിയിട്ടില്ല എന്ന് പലതവണ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെ ആരോപണങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു വന്നിരുന്നു. പക്ഷേ അത്തരം ഒരു പരിഗണനയല്ല കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഒരു മണ്ഡലത്തിലെ ആകെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ളവരൊക്കെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥി വിജയിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് നേരത്തെ തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതിനപ്പുറം ഹൈക്കോടതിക്ക് എത്രമാത്രം ഇക്കാര്യത്തിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എന്നടക്കം ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ നിയമസഭാ കാലയളവിൽ മൂന്നാമത്തെ മണ്ഡലം സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു അനിശ്ചിതത്വം വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലവിൽ വന്നെങ്കിലും സ്ഥാനാർത്ഥി വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ മരണമടഞ്ഞ സാഹചര്യത്തിൽ ആ അനിശ്ചിതത്വം ഇപ്പോഴും നിൽക്കുന്നു. ഒപ്പം തന്നെ അഴീക്കോട് മണ്ഡലത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം സുപ്രീം കോടതി ഇടപെട്ട ആ കേസ് ഇപ്പോൾ തൽക്കാലം പെൻഡിങ്ങിലാണ്. ഇപ്പോൾ മൂന്നാമത്തെ മണ്ഡലത്തിൽ കൊടുവള്ളിയിലും സമാനമായ ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ നിയമ പോരാട്ടം നടത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട കാരാട്ട് റസാഖ് MLA കാരാട്ട് റസാഖിന് നിയമപരമായ സാധ്യതകൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാധ്യതകളുമായി അദ്ദേഹം മുന്നോട്ട് പോകും എന്ന കാര്യം ഉറപ്പാണ്. ചുരുക്കത്തിൽ ഒരു മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം കൂടി ചിത്രം കൂടി നിയമ പോരാട്ടത്തിന്റെ വഴികളിലേക്ക് നീങ്ങുന്നു എന്ന് ഇക്കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം. അതായത് പക്ഷേ ഈ അഴീക്കോട് മണ്ഡലത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായി നാം പറയേണ്ടത് KM ഷാജി വ്യക്തമായി മതസ്പർദ്ധ വളർത്തുന്ന പ്രവർത്തികൾ നടത്തി. ലീഗിന്റെ ബൂത്ത് ഓഫീസുകളിൽ നിന്നടക്കം അതിൽ രേഖകളായുള്ള നോട്ടീസുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. വലിയ ചർച്ചയായി. നികേഷിന്റെ ആ വിജയം ഒരുപക്ഷെ മറ്റൊരർത്ഥത്തിൽ സ്റ്റേ ഉണ്ടെങ്കിൽ പോലും ആ വിധി റദ്ദാകുന്ന തരത്തിലേക്ക് ഒന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ഈ ഒരു സാഹചര്യം അവിടെ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ മറിച്ചുള്ള ഒരു സാഹചര്യമുണ്ട് കൊടുവള്ളിയിൽ. വളരെ നിഷ്പക്ഷമായി തന്നെ നിരീക്ഷിച്ചാൽ സാലി, അതായത് കൊടുവള്ളിയെ സംബന്ധിച്ച് മതസ്പർദ്ധ വളർത്തുന്ന ഒരു നീക്കമല്ല അവിടെ ഉണ്ടായത്. മറിച്ച് എതിർ സ്ഥാനാർത്ഥി കൈക്കൂലി നൽകി എന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയുടെ പ്രചരണം അല്ലെങ്കിൽ അതിൻ്റെ സാധുതകൾ ഒക്കെയാണ് പരിശോധിക്കപ്പെട്ടത്. അത് യഥാർത്ഥത്തിൽ ഒരു റദ്ദാക്കലിലേക്ക് പോയത് ഒരുപക്ഷെ നിയമവിദഗ്ധരെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ഈ ഘട്ടത്തിൽ പോകാനാകുമോ സാലി? അജിംഷാദ്, തീർച്ചയായും. കാരണം ഇതിന്റെ പ്രാഥമിക വാദം, ഇതിന്റെ വിശദമായ വാദം നടന്നപ്പോൾ കോടതി മുറിയിൽ നിന്ന് കേട്ട ഒരാളാണ് ഞാൻ. അതിനുശേഷം സീനിയറായ അഭിഭാഷകരോട് നമ്മൾ ഇതിന്റെ നിയമവശങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ അവർ മുന്നോട്ട് വെച്ച ഒരു പൊതുവികാരം, അതായത് അഴീക്കോട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ ആധാരമായി കോടതി കണ്ടെത്തിയ കാരണങ്ങളുടെ അത്രയും ഗ്രാവിറ്റി ഈ ആരോപണങ്ങൾക്കില്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന്, സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഇത്തരമൊരു വിധി വന്നിരിക്കുന്നു. അത് നിയമമാണ്, വിധിയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നിയമവിദഗ്ധർക്കിടയിൽ ഇതിന്റെ സാധുതകൾ സംബന്ധിച്ചൊരു ഭിന്നാഭിപ്രായം വാദത്തിനിടെ ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഏതായാലും ഇനി അതിന് ഒന്നും പ്രസക്തിയില്ല. ഹൈക്കോടതി ഇക്കാര്യത്തിൽ അന്തിമമായ വിധി പറഞ്ഞിരിക്കുന്നു. ഇനി ഉയർന്ന കോടതികളെ സമീപിക്കുകയല്ലാതെ ഈ വിധി എതിരായ ആൾക്ക് മറ്റു മാർഗങ്ങളില്ല. അതായത് കൊടുവള്ളി MLA റസാഖിന്, കാരാട്ട് റസാഖ് MLAക്ക്
ഇനി സുപ്രീം കോടതി അടക്കം സമീപിക്കുക മാത്രമേ പോംവഴിയുള്ളൂ. ആ ഉയർന്ന കോടതികളിൽ ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധിയുടെ ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നമുക്കറിയാം, അഴീക്കോട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വ്യക്തമായ തെളിവുകളുള്ള ഒരു കേസിലാണ് കോടതി അത്തരമൊരു വിധി പുറപ്പെടുവിച്ചത്. പക്ഷെ ഈ കേസിൽ വ്യക്തിപരമായി ആരോപിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ചില ദൃശ്യങ്ങളുള്ള ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ആരോപണമായി വന്നത്. അത് പക്ഷേ കോടതി മുഖവിലേക്ക് എടുത്തു എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് നിയമവശം. അതിന്മേലുള്ള തുടർ നടപടികൾ ഏതായാലും ഇനി മുന്നോട്ട് പോവുക. അതായത് സാലി ഒരു സംശയമാണ്. കോടതി ഒരുപക്ഷെ സമഗ്രമായി തന്നെ അത് പരിശോധിച്ചിട്ടുണ്ടാവണം. കോടതിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. പക്ഷെ എന്നാലും സംശയങ്ങൾ നിരവധിയാണ്. അതായത് ഈ MA റസാഖ് മാസ്റ്റർ എന്ന ലീഗിന്റെ സ്ഥാനാർത്ഥി കൈക്കൂലി നൽകിയതുമായി ബന്ധപ്പെട്ട വീഡിയോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വീഡിയോ പ്രചരിച്ചതായിട്ടാണ് അന്ന് അറിയാനായത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആ വീഡിയോ വ്യാജമായി നിർമ്മിച്ചതല്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കാരാട്ട് റസാഖിന് അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അത് വ്യക്തിഹത്യയിൽ പെടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ റദ്ദാക്കലിലേക്ക് നീങ്ങിയത്? അത് നിയമപരവുമായ അതിന്റെ സാങ്കേതികതയിൽ കുടുങ്ങിയാണെങ്കിൽ ഒരുപക്ഷെ കാരാട്ട് റസാഖിന് ഒട്ടനവധി നിയമസാധ്യതകൾ കൂടി മുന്നിലില്ലേ? തീർച്ചയായും നിയമവിദഗ്ധർ അക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാദത്തിനിടയിലും നിയമവിദഗ്ധർ വാദം കേട്ട ഹൈക്കോടതിയിലെ സീനിയറായ അഭിഭാഷകരും ഇക്കാര്യത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് ഹർജിയുമായി ബന്ധപ്പെട്ട് മുൻപരിചയമുള്ള സീനിയറായ അഭിഭാഷകരും ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം, ഈ ആക്ഷേപങ്ങളിലെ, അതായത് ഈ ഹർജിക്കാരുടെ പ്രയറിന്റെ കണ്ടന്റിൽ സംശയമുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അത്തരത്തിലല്ല കോടതി ഇതിനെ സമീപിച്ചത് എന്നുള്ളത് ഈ വിധിയിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ഇനി തുടർ നിയമ നടപടികളിലേക്ക് നീങ്ങുക എന്നല്ലാതെ കൊടുവള്ളിയിലെ MLA കാരാട്ട് റസാഖിന് മറ്റു പോംവഴികളില്ല. പക്ഷെ ഈ വിധിയുടെ കണ്ടന്റിന്റെ പൂർണ്ണ രൂപം ലഭിച്ചാൽ മാത്രമേ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത് എന്ന് പറയാൻ കഴിയൂ. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാനും കഴിയും. തീർച്ചയായും അതിന്റെ വിശദാംശങ്ങൾ എത്തേണ്ടതുണ്ട്. കാരണം ആ നിമിഷം തന്നെ അന്നേരം നൽകുമ്പോൾ അതിന്റെ സമഗ്രത ഉറപ്പാക്കാൻ, ആ വിവരം കൈമാറുക എന്നതിനപ്പുറത്തേക്ക് ആ സമഗ്രത ഉറപ്പാക്കാൻ ചില പരിമിതികളുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എങ്കിലും ഇവിടെ ഒരു വ്യക്തിഹത്യയുടെ രീതിയിലേക്ക് ഇത് വരുമോ? അതായത് ഇത്തരം ഒരു ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ വ്യാജമല്ല. എതിർ സ്ഥാനാർത്ഥി അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കാനുള്ള ജനാധിപത്യ അവകാശം കാരാട്ട് റസാഖ് MLA കാരാട്ട് റസാഖിനില്ലേ? അങ്ങനെ ഒരുപക്ഷെ ഇത് വ്യാജമല്ലെന്നും ഇത്തരത്തിൽ തെളിവുകളുണ്ടെന്നും അത് വ്യക്തിഹത്യയുടെ പരിധിയിൽ വരില്ല എന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ കാരാട്ട് റസാഖ് MLAക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകന്റെ പരാജയം അവിടെ ഉണ്ടോ? അങ്ങനെയെങ്കിൽ അജിംഷാദ്, വിധിയുടെ ഒരു അല്പം കൂടി വിവരം നമുക്കിപ്പോ വാട്സാപ്പിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് അഴിമതിയായി ഇതിനെ കണക്കാക്കും എന്ന് കോടതി പറഞ്ഞു എന്നുള്ളതാണ്. അതിന് ഒരു കാരണം, ഈ വീഡിയോ സ്വയം നിർമ്മിച്ച് പ്രചരിപ്പിച്ചതാണ് എന്നുള്ളത് കോടതിയിൽ വന്നിരുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങൾ കൃത്രിമമായി എന്നല്ല, ഈ ദൃശ്യങ്ങൾ ഒരു ഡോക്യുമെന്ററി ആക്കുന്നതിന് ചെലവ് വന്നിട്ടുണ്ട്. ആ ചെലവ് ഇലക്ഷൻ കണക്കിൽ ഉൾപ്പെടുത്താൻ കാരാട്ട് റസാഖ് തയ്യാറായിരുന്നില്ല എന്നാണ് കോടതി നടത്തിയിരിക്കുന്ന ഒരു കണ്ടെത്തൽ. അത് ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് കോടതി ഉത്തരവിലുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു കാരണമായി പറയുന്നത്. മറ്റു കാരണങ്ങൾ എന്താണ് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ കഴിയും. അതെന്താണ്? അത് വിചിത്രമായിരിക്കുന്നു. അതായത് ഈ ഒരു ജനതയുടെ തിരഞ്ഞെടുപ്പാണിത്. ആ ജനതയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെങ്കിൽ അതിന് ഉണ്ടാകേണ്ട ചട്ടപരമായ കാരണങ്ങൾ ഉണ്ടാകണം. ഒരുപക്ഷെ ഇവിടെ പറയുന്നത് അത്തരത്തിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പിനായി എതിർ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരിപ്പിച്ച വീഡിയോ അല്ലെങ്കിൽ വലിയ ഗുരുതരമായ ആക്ഷേപം, കൈക്കൂലി നൽകിയെന്ന ആക്ഷേപം, അതൊരു പക്ഷെ കൃത്രിമമായി നിർമ്മിച്ച വീഡിയോ അല്ല, അത് ഒറിജിനലാണ്. അതിന്റെ അർത്ഥം MA റസാഖ് മാസ്റ്റർ അത്തരത്തിൽ കൈക്കൂലി വിതരണം ചെയ്തു എന്നതാണ്. ആ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കിയത് ഇലക്ഷന്റെ ചെലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ഒരു ഒഫൻസായി വരുമ്പോൾ ഒരുപക്ഷെ അത് എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ഈ സ്ഥാനം MLA പദവി റദ്ദാക്കുന്നതിലേക്ക് പോവുക? ഒരുപക്ഷെ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക കാരാട്ട് റസാഖിന്റെ അഭിഭാഷകൻ എന്ന നിലയിൽ കാരാട്ട് റസാഖിന് വേണ്ടി വാദിച്ച ആൾക്ക് പറ്റിയ പരാജയങ്ങൾ, അത് വിശദീകരിക്കാൻ പറ്റിയ പരാജയങ്ങൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതിൽ യുക്തിയുണ്ടോ? അതാണ് എന്റെ ചോദ്യം.
അജിംഷാദ്, ജനപ്രാതിനിധ്യ നിയമത്തിലെ ഒരു വ്യവസ്ഥ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് ചെലവുകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ യഥാസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശരിയാണ്, അതൊരു ഒഫൻസ് ആണ്. പക്ഷെ എങ്കിൽ പോലും അത് ഈ വിധത്തിലേക്ക് എതിർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിലേക്ക് നീങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് വിദഗ്ധരോട് ചോദിക്കേണ്ടതുണ്ട്, അല്ലേ? ഏതായാലും അജിംഷാദ്, എതിർ സ്ഥാനാർത്ഥിയെ വിജയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുണ്ട്, എതിർ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിയമപ്രകാരം, ഇപ്പോൾ ഹൈക്കോടതി വിധി പ്രകാരം കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഡെലിഗേഷൻ ഇല്ല, നിയമസഭാ പ്രതിനിധി ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഇപ്പോൾ കാരാട്ട് റസാഖ് അതേ ബെഞ്ചിൽ സ്റ്റേ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് മണ്ഡലത്തിന്റെ പ്രാതിനിധ്യം ഇല്ലാതെയാകും തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടുന്നതോടുകൂടി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സ്റ്റേ അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് സുപ്രീം കോടതിയിൽ ഇതിനെതിരെ അപ്പീൽ പോകുന്നതിന് വേണ്ടിയുള്ള സാവകാശം വരെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റേ അപേക്ഷ. നമുക്കറിയാം അഴീക്കോട് മണ്ഡലത്തിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. സ്റ്റേ അപേക്ഷ അപ്പോൾ തന്നെ ഷാജി നൽകി, ഷാജിക്ക് സ്റ്റേ അനുവദിക്കുകയും ചെയ്തു. സമാനമായ സാഹചര്യം ഇപ്പോൾ ഈ മണ്ഡലത്തിലുമുണ്ട്. ഏതായാലും സ്റ്റേ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണം. അതുവരെ ഈ മണ്ഡലത്തിന്റെ പ്രതിനിധി ഇല്ലാത്ത സാഹചര്യം വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ കേസിൽ അല്ലെങ്കിൽ ഈ വിധിയിൽ താൽക്കാലികമായ സ്റ്റേ അതേ ബെഞ്ച് തന്നെ അനുവദിക്കണം എന്നുള്ളതാണ് സെയിം ബെഞ്ചിൽ വന്നിരിക്കുന്ന അപേക്ഷ. അല്പസമയത്തിനകം ആ കോടതി അതിൽ തീരുമാനം പറയുകയും ചെയ്യും. ശരി, സാലിയിലേക്ക് എത്താം. ഇപ്പോൾ കൊടുവള്ളി മണ്ഡലത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ കൂടി ചേരുകയാണ്. പി വി കുട്ടൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 500 അല്ലെങ്കിൽ 600-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു കാരാട്ട് റസാഖ് ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാകുമ്പോൾ അന്ന് പ്രചരിച്ച ഒരു വീഡിയോ സംബന്ധിച്ചാണ്. പക്ഷേ കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായി ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ആരോപണം, അതായത് കാരാട്ട് റസാഖ് ഉന്നയിച്ച ആരോപണം, എതിർ സ്ഥാനാർത്ഥിയായ ലീഗിന്റെ സ്ഥാനാർത്ഥി റസാഖിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരുപക്ഷെ കൃത്രിമമോ വ്യാജമോ ആയി രൂപപ്പെടുത്തി എന്ന് കോടതി പറയുന്നില്ല. ഈ ഘട്ടം വരെയുള്ള വിധിയുടെ വിശദാംശം ലഭ്യമാകുമ്പോൾ പിന്നെ എന്താണ് പറയുന്നത്? ഈ ഒരു പ്രചരണത്തിനായി ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തിയ പണം അതൊരു പക്ഷെ തെരഞ്ഞെടുപ്പ് കണക്കിൽ വന്നിട്ടില്ല എന്നതാണ് കാണുന്നത്. അതായത് ഒരുപാട് പഴുതുകൾ ഒരു പക്ഷേ ഈ മേൽക്കോടതികളിലേക്ക് പോയാൽ കാരാട്ട് റസാഖിന് അനുകൂലമായി ഉണ്ട് എന്നതാണ്. അവിടുത്തെ ആ മണ്ഡലത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ. അലി അക്ബർ ആണെന്ന് തോന്നുന്നു BJP-യുടെ സ്ഥാനാർത്ഥി അവിടെ അന്ന്. അജിംഷാദ്, മേൽക്കോടതിയിലേക്ക് പോയാൽ അനുകൂലമായ വിധി ഉണ്ടാകും പ്രതീക്ഷയാണ് ഇപ്പോൾ കാരാട്ട് റസാഖുമായി അടുത്ത കേന്ദ്രങ്ങൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 573 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കാരാട്ട് റസാഖ്, LDF സ്വതന്ത്രരായ കാരാട്ട് റസാഖ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ MA റസാഖ് മാഷെ തോൽപ്പിച്ചത്. മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു MA റസാഖ്. കൊടുവള്ളി മണ്ഡലം UDF-ന്റെ ഒരു ഉറച്ച കേന്ദ്രമാണ്, ഉറച്ച മണ്ഡലമാണ് എന്നായിരുന്നു ഒരു പൊതുവിലുള്ള കാഴ്ചപ്പെടുന്നാൽ ആ കാഴ്ചപ്പാടിനൊക്കെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ്, മുസ്ലിം ലീഗിനെയും UDF-നെയും ഞെട്ടിച്ചുകൊണ്ടാണ് കാരാട്ട് റസാഖ് കൊടുവള്ളി മണ്ഡലത്തിൽ അത്ഭുതകരമായ വിജയം നേടിയത്. ഇടത് സ്വതന്ത്രമായി മത്സരിക്കുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു കാരാട്ട് റസാഖ്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. കൂടാതെ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. ആ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിലെ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ തന്നെ ചില നേതാക്കന്മാരുടെ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് കാരാട്ട് റസാഖ് UDF-ഉം മുസ്ലിം ലീഗും വിടുകയും അതിനുശേഷം ഇടത് സ്വതന്ത്രനായി മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തത്. 573 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇവിടെ MA റസാഖ് UDF സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ഡോക്യുമെന്ററി നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് മറുഭാഗത്തു നിന്നുള്ള ആരോപണം. ഇതിൽ മുസ്ലിം ലീഗും വളരെ തന്ത്രപരമായ നീക്കമാണ്. ലീഗിന്റെ പ്രവർത്തകരെ തന്നെ അവിടുത്തെ വോട്ടർമാർ എന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രണ്ടുപേര് KP മുഹമ്മദ് അതുപോലെ തന്നെ മൊയ്തീൻ കുഞ്ഞിങ്ങനെ 2 വോട്ടർമാരുടെ പേരിലാണ് കോടതിയെ സമീപിച്ചത്. അത്തരമൊരു രാഷ്ട്രീയ നീക്കമാണ് മുസ്ലിം ലീഗ് നടത്തിയത്. പക്ഷേ മേൽക്കോടതിക്കകത്ത് ഇതിന്റെ വിധിയുടെ വിശദാംശങ്ങളൊക്കെ പൂർണ്ണമായും ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഏത് രീതിയിലുള്ള ഒരു വിശകലനം നടത്തുമെന്നെ സംബന്ധിച്ചുള്ള ഇപ്പോഴും ഒരു ആശങ്ക ഉണ്ട്, ഒരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ മേൽക്കോടതിയിലേക്ക് പോയാൽ കാരാട്ട് റസാഖിന് അനുകൂലമായ വിധി നേടിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് റസാഖുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. അജിംഷാദ്, ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ നമ്മോടൊപ്പം ചേരുകയാണ്.
സോറി, മാധ്യമങ്ങളോട്. സുപ്രീം കോടതിയിൽ വരുമ്പോഴത്തേക്കും വരുന്ന സമയം പോവാം. അവർ പോവുകയാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും സത്യത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ വാദം അത് ഞങ്ങൾ അവിടെയും നിരത്തി ഈ വിധി തന്നെ തുടർന്ന് നിലനിർത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വരട്ടെ, അതിപ്പോൾ കെ എം ഷാജി ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെ എം ഷാജിയെ അയോഗ്യനാക്കിയിട്ടുള്ള വിധി, ആ വിധിയുടെ സാങ്കത്യമാണ് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് വന്നിട്ടുള്ള വിധിക്ക് തൽക്കാലത്തേക്ക് സ്റ്റേ കിട്ടിയിട്ടുണ്ട്. കേസ് സുപ്രീം കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലും ഒരു ന്യായം ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഒരു കേസിന് മേലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ സത്യത്തിൻ്റെ വാദഗതികളുമായിട്ട് പോകും. തീർച്ചയായും പി വി കുട്ടൻ, ഇ ടി മുഹമ്മദ് ബഷീറിന്റെ സാധാരണഗതിയിലുള്ള പ്രതികരണങ്ങളിൽ കാണുന്ന ഒരു ആത്മവിശ്വാസം ഇവിടെയില്ല. കാരണം ഈ കേസിന്റെ മെറിറ്റ് തന്നെയാണ് അവിടെ പ്രശ്നമായി എത്തുന്നത്. അതായത് ഈ കോടതി ഇങ്ങനെ ഒരു വിധി എത്തുമ്പോൾ, അതായത് ഇതിനകത്ത് നിർണായകമായി എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ എം എ റസാഖ് മാസ്റ്റർ എന്ന ലീഗ് സ്ഥാനാർത്ഥിക്ക് എതിരെ ഒരു കള്ളപ്രചരണമോ വ്യാജ വീഡിയോ നിർമ്മിച്ചു എന്ന് വരുന്നില്ല. കാരാട്ട് റസാഖ് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തില്ല. പിന്നെ എന്താണ്, അങ്ങനെയുള്ള ഒരു വലിയ ഒഫൻസ്, കൈക്കൂലി നൽകുക വോട്ടർമാർക്ക് എന്ന വലിയ ഒഫൻസ് ചെയ്ത ആളിന്റെ ആ വീഡിയോകൾ പ്രചരിപ്പിക്കാനായി എടുത്ത പണം തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കണക്കിൽ കാണിച്ചില്ല എന്നതാണ് വരുന്നത്. ഒരുപക്ഷെ കാരാട്ട് റസാഖിനെ പറ്റിയ വീഴ്ച, കാരാട്ട് റസാഖിന്റെ അഭിഭാഷകൻ നിയമപരമായി ഇത് കോടതിയെ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ മാത്രമാണ് കാരാട്ട് റസാഖിന്റെ ഒരു വീഴ്ച ഈ ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കപ്പെടാനാകുന്നത്, അല്ലേ? മീൻസ് കുട്ടൻ എന്തായാലും കൊടുവള്ളിയിലെ LDF സ്വതന്ത്രനായ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. എം എ റസാഖ് എന്ന ലീഗ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിനിടയിൽ ഉയർത്തിയ ആരോപണങ്ങൾ അത് വ്യക്തിഹത്യയാണ് എന്ന തരത്തിലേക്കായിരുന്നു ഹർജിക്കാരായ ലീഗുകാർ മുമ്പോട്ട് വെച്ചത്. ആ പരാതിയുടെ വിധിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ വിധിയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും വിധിയുടെ പ്രാഥമികമായ പരിശോധനയിൽ ഒരു പക്ഷേ കാരാട്ട് റസാഖിന് മുന്നിൽ നിയമപരമായ ഒട്ടനവധി സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം കാരാട്ട് റസാഖ് വ്യാജമായ ഒരു നിർമ്മിതി ഈ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. മറിച്ച് ആ പ്രചരണത്തിനായി ചെലവഴിച്ച പണം തെരഞ്ഞെടുപ്പ് കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് കാരാട്ട് റസാഖിനെതിരെ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ റദ്ദാകുമ്പോൾ മുമ്പോട്ട് വെക്കുന്നത്. ഒപ്പം എം എ റസാഖിനെ വിജയിയായി പ്രഖ്യാപിച്ചിട്ടുമില്ല കോടതി. കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നു ഹൈക്കോടതി. ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതലായി നൽകാനായി സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സാലി, ആദ്യഘട്ടത്തിൽ നൽകിയതിൽ നിന്ന് പുറമെ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ? അജിംഷാദ്, വിധിയിൽ പറയുന്ന ഇപ്രകാരമാണ്: ഇത് വ്യക്തിഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം വീഡിയോ പ്രചരിപ്പിച്ചത്. വീഡിയോ കോടതി കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഇത് തെരഞ്ഞെടുപ്പ് അഴിമതിയുടെ പരിധിയിലും വരും. കാരണം ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് ചെലവ് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. പക്ഷേ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ പട്ടികയിൽ ഈ പ്രസ്തുത വീഡിയോ, ഈ വിവാദ വീഡിയോ നിർമ്മിച്ചത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും. ഒന്നും, എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. മറ്റൊന്ന്, അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൃത്യതയില്ലാതെ വസ്തുതാവിരുദ്ധമായി സമർപ്പിക്കുന്നതും തെറ്റാണ് എന്നുള്ള രണ്ട് കാരണങ്ങളാണ് കോടതി പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത്. അതായത് വിധിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. വിധിക്ക് താൽക്കാലിക സ്റ്റേ ഉണ്ട്. വിധി നടപ്പാക്കുന്നതിന് 30 ദിവസം വിധി നടപ്പാക്കുന്നത് 30 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് കാരാട്ട് റസാഖ് സമർപ്പിച്ച സ്റ്റേ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. 30 ദിവസത്തേക്ക് സ്റ്റേ നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കാരാട്ട് റസാഖ് സ്റ്റേ അപേക്ഷയിൽ പറഞ്ഞിരുന്നത് അയോഗ്യത വന്ന സാഹചര്യത്തിൽ പുതിയ ജനപ്രതിനിധി ഈ മണ്ഡലത്തിൽ ഇല്ലാതെ വരും. മാത്രമല്ല, അത്തരത്തിൽ പ്രാതിനിധ്യമില്ലാതെ മണ്ഡലത്തിന് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റേ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതേ ബെഞ്ച് തന്നെ 30 ദിവസത്തേക്ക് സ്റ്റേ അനുവദിച്ചിട്ടുമുണ്ട്. ഏതായാലും കാരാട്ട് റസാഖ് പ്രതികരിച്ചിരിക്കുന്ന അല്പസമയത്ത് ഉടൻ തന്നെ
സുപ്രീം കോടതിയിൽ ഈ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. അതായത് സാലി, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഒരു പക്ഷേ എതിർ സ്ഥാനാർത്ഥി കൈക്കൂലി നൽകിയിട്ടുണ്ട് എങ്കിൽ, അതിന്റെ വീഡിയോ ഉണ്ട് എങ്കിൽ അതൊരു ഒഫൻസാണ്. അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമില്ലേ? അതെങ്ങനെയാണ് വ്യക്തിഹത്യയുടെ പരിധിയിൽ വരിക? അത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഹത്യ എന്ന രീതിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് കോടതി വിശദീകരിക്കുന്നത് വിധിയിൽ? അജിംഷാദ്, ഇത് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ടർക്ക് കൈക്കൂലി നൽകിയതിന്റെ ദൃശ്യങ്ങളായിരുന്നില്ല. മറിച്ച് മുൻപ് ഈ കാരാട്ട് റസാഖ് ഉൾപ്പെടെയുള്ളവർ ലീഗിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത്, ഇപ്പൊ ജയിച്ച ഇടതു സ്വതന്ത്രൻ കാരാട്ട് റസാഖ് ഉൾപ്പെടെയുള്ളവർ ഒരു കാലത്ത് ലീഗിന്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് ലീഗിനുള്ളിൽ ഉണ്ടായ ചില പ്രതിസന്ധികളും ചില പ്രശ്നങ്ങളും ചില ആരോപണങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. അത് പക്ഷേ കാരാട്ട് റസാഖ് എതിർപക്ഷത്തെത്തുകയും എതിർപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തപ്പോൾ വർഷത്തിന് ശേഷം ആ പഴയ ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് വിതരണത്തിനായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണത്തിലാണ് ഇപ്പോൾ കോടതിയുടെ തീർപ്പുണ്ടായിരിക്കുന്നത്. പക്ഷേ ആ പ്രചരിപ്പിച്ചതായ വീഡിയോ അത് വ്യാജമല്ലല്ലോ, അത് ഒറിജിനൽ അല്ലേ? അത് ചില ആളുകൾ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങി എന്ന് ആരോപിക്കുന്ന ചില ആളുകളുടെ പരാതികളും മൊഴികളും മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ അവസരം ലഭിച്ചിട്ടില്ല. അത് കോടതി കണ്ടു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കണ്ട് ദൃശ്യങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി എന്ന് കോടതി പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് ഒരു വ്യക്തത കുറവുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം കാരാട്ട് റസാഖ് ഉണ്ട്. കാരാട്ട് റസാഖ്, ശ്രീ കാരാട്ട് റസാഖ് ഇപ്പോഴും MLA ആണ്, സ്റ്റേ 30 ദിവസത്തേക്കുള്ള സ്ഥിതിക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രീ കാരാട്ട് റസാഖ് MLA, ഇവിടെ താങ്കളുടെ അഭിഭാഷകനോ അല്ലെങ്കിൽ താങ്കളുടെ ഭാഗം കോടതിയിൽ വിശദീകരിക്കുന്നവർക്കോ വന്ന ഒരു വീഴ്ചയായിട്ടാണ് എനിക്കൊരു പക്ഷെ തോന്നുന്നത്. അല്ലെങ്കിൽ മറിച്ച് താങ്കൾക്ക് സംസ്ഥാപിക്കാം. കാരണം ഈ പ്രചരിക്കപ്പെട്ട വീഡിയോ അത് വ്യാജമാണെന്ന് പറയുന്നില്ല, ഒന്ന്. രണ്ട്, പ്രചരിക്കപ്പെട്ട വീഡിയോയ്ക്ക് വേണ്ടി ചെലവാക്കിയ പണം തെരഞ്ഞെടുപ്പിന്റെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ തരത്തിലേക്കാണ് വിധിക്ക് നിദാനമായ കാര്യങ്ങൾ പുരോഗമിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിലെവിടെയൊക്കെ ഒരു ദൗർബല്യമുണ്ട്. അതെന്താണ്? അല്ല, അത് സംബന്ധിച്ച് കാര്യങ്ങളെ കൂടുതൽ പരിശോധിക്കുന്നേ ഉള്ളൂ. ഈ വിധി എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. അത് റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ പ്രതികരിക്കാൻ സാധിക്കൂ. കാര്യങ്ങൾ വളരെ വ്യക്തമായി ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 ദിവസം കൊണ്ട് വിരമിക്കുന്ന ഒരു ജഡ്ജിയാണ് ഇന്ന് ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ആ നിലക്കുള്ള ഒരു കാര്യങ്ങളും കൂടി കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ സംബന്ധിച്ച് കൂടുതൽ. അല്ല, ജഡ്ജിയെ നാം വ്യക്തിപരമായി അങ്ങനെ പറയണ്ട, നമുക്ക് വിധിയുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. ശ്രീ കാരാട്ട് റസാഖ് MLA, അതായത് നോക്കൂ, കാസർഗോഡ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ എന്ന BJP സ്ഥാനാർത്ഥി ലീഗിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത്, അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിൽ പോലും ലീഗിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കള്ളവോട്ട് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട സാക്ഷികളെ സമർപ്പിച്ചുകൊണ്ടാണ് ലീഗ് അവിടെ പ്രതിരോധത്തിൽ നിന്നത്. അങ്ങനെയാണ്. 2, അഴീക്കോട് മണ്ഡലം, അവിടെ വർഗീയത കൃത്യമായി ലീഗ് സ്ഥാനാർത്ഥി പ്രചരിപ്പിക്കുകയും അതിനുള്ള തെളിവുകൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അവിടെ എതിർ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ഇവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി താങ്കൾ സ്വാഭാവികമായും പ്രചരിപ്പിച്ചതായ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചതോ അല്ലാത്തതോ ആയി നിലവിലുണ്ടായിരുന്ന ആ വീഡിയോകൾ വ്യാജമല്ല, അല്ലെങ്കിൽ വ്യാജമാണെന്ന് തെളിയിക്കാനായിട്ടില്ല, അല്ലെങ്കിൽ വ്യാജമാണ് എന്ന് കോടതി പറഞ്ഞിട്ടുമില്ല. അത് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോ അഴിമതി എന്ന ഒരു ഒഫൻസ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന് താങ്കൾ ഉപയോഗിച്ച പണം തെരഞ്ഞെടുപ്പ് കണക്കിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ മറ്റ് 2 കേസുകൾ, ലീഗ് പ്രതിരോധത്തിലായ 2 കേസുകളെ അപേക്ഷിച്ച് വളരെ അർത്ഥത്തിൽ ദുർബലമായി പോയി ഈ വിധിയിലെ കാരണങ്ങൾ എന്നാണ് എനിക്ക് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ താങ്കൾ പരിശോധിച്ച ശേഷം മാത്രം പ്രതികരിച്ചാൽ മതി. ഇനി എന്താണ് താങ്കളുടെ മൂവ്മെന്റ്? ഇല്ല, ഇത് സംബന്ധിച്ച് വിധി പുറത്തു വന്നു. 1 മാസത്തെ സ്റ്റേ ഇപ്പൊ കോടതി നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ വ്യക്തമായി കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഭാവി പരിപാടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
നേതാക്കന്മാരായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, സ്വതന്ത്ര MLA ആണ്. ആ നിലയ്ക്ക് ഇടതുപക്ഷവുമായി കൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. അല്ല, ലീഗിന്റെ താങ്കൾ, അതായത് ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ വളരെ വലിയ ഒരു വിജയമാണ് താങ്കൾ നടത്തിയത്. അത് 573 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളതല്ല. BJP സ്ഥാനാർത്ഥി തന്നെ അവിടെ 6000 സംതിങ് വോട്ടുകൾ പിടിച്ചിരുന്നു അന്ന്, അലി അക്ബർ. ആ അർത്ഥത്തിൽ കൊടുവള്ളിയിലെ വിജയം വളരെ തിളങ്ങുന്നതാണ്. അത് ലീഗിനേറ്റ വലിയ പ്രഹരമാണ്. അതിൽ അസ്വസ്ഥത പൂണ്ടിട്ടാണോ ലീഗ് ഇത്തരത്തിലൊരു നീക്കം തുടങ്ങിയത്? താങ്കൾക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രതിരോധങ്ങൾ ഈ ഘട്ടത്തിൽ മുമ്പോട്ട് വെക്കാമല്ലോ. അല്ല, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വ്യക്തിഹത്യ എന്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകാവുന്നതാണ്, റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകാവുന്നതാണ്, പോലീസിന് പരാതി നൽകാവുന്നതാണ്. അവർക്ക് അന്ന് KM ഷാജിക്ക് എതിരെ കേസിലെടുത്തതുപോലെ ഈ വകുപ്പിനൊക്കെ കേസെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഒരു സംഭവം ഈ കേസിൽ ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി എനിക്കെതിരെ പരാതി കൊടുക്കേണ്ടത്, കേസ് കൊടുക്കേണ്ടതുമാണ്. അങ്ങനെ ഒരു സംഭവം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ രണ്ടുമില്ലാതെ ഒരു 2 വോട്ടർമാരെ കൊടുത്ത പരാതിയുടെ മുകളിൽ ഫോറൻസിക് റിപ്പോർട്ട് പോലും ഇവര് പറയുന്ന CD വ്യക്തതയില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഉള്ളൊരു വിധിയാണ് കാണുന്നത്. അപ്പൊ അത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അതാണ് പഠിക്കേണ്ടതുണ്ട്. കാരണം ആ വിധിയോടുള്ള വിയോജിപ്പിന് നിദാനമായ ഒട്ടനവധി കാരണങ്ങൾ യുക്തിഭദ്രമായി മുമ്പോട്ട് വെക്കാനാകും. കാരണം ഇവിടെ നോക്കൂ, താങ്കൾ ഈ MA റസാഖ് എന്ന ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമാണ് എങ്കിൽ ശരിയാണ്. ഇത് വ്യാജമാണ് എന്ന് കോടതി തന്നെ പറയുന്നില്ല. ഒന്ന്. രണ്ട്, ആ അഴിമതി ആരോപണം എന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ഒഫൻസാണ്. അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്ത ആളിനെ പുറത്തു കാട്ടാനായി തെളിവ് സഹിതം പ്രചരിപ്പിച്ചത് എങ്ങനെ വ്യക്തിഹത്യയുടെ പരിധിയിൽ വരും? ഒന്ന്. രണ്ട്, ഈ മാൻഡേറ്റ്, അതായത് ഈ ജനവിധി റദ്ദാക്കാൻ എന്താണ് കാരണമായി വരുന്നത്? ഇതിനായി പ്രചരിപ്പിച്ച പണം തെരഞ്ഞെടുപ്പ് കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരുപക്ഷെ ഒരു ജനതയുടെ ആ ഒരു സമ്മതിദാന അവകാശം രേഖപ്പെടുത്തപ്പെട്ട് വിജയിയായ ഒരാളുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാൻ ഉതകുന്നതായ കാരണങ്ങൾ ഈ വിധിക്ക് പിന്നിലില്ല എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല, ശ്രീ കൊടുവള്ളി. അതുകൊണ്ട് താങ്കൾക്ക് നിയമപരമായി മുമ്പോട്ടുള്ള പോക്കുകൾക്ക് നിരവധി വാതിലുകൾ ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശരിയാണോ അത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ശരി. മുകളിലേക്ക് പോകുമോ? കോടതിയുടെ മുകളിലേക്ക് പോകുമോ? ഈ LDFുമായി ആലോചിച്ച ശേഷം നിയമ പോരാട്ടത്തിൽ തന്നെ താങ്കൾ തുടരുമോ അതോ പിന്മാറുമോ? അല്ല, സുപ്രീം കോടതിയിൽ പോകുന്നത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് അവരെ തീരുമാനത്തിനനുസരിച്ചാണ് തീരുമാനമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട്, തീരുമാനമെടുക്കേണ്ടതുണ്ട്. തീർച്ചയായും സുപ്രീം കോടതിയിൽ പോയാൽ ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് ബോധ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ 30 ദിവസത്തേക്ക് സ്റ്റേ ഉണ്ട്. ഒന്ന്. രണ്ട്, എതിർ സ്ഥാനാർത്ഥിയായ ഈ ലീഗുകാരൻ MA റസാഖിനെ വിജയിയായി പ്രഖ്യാപിച്ചിട്ടില്ല. മൂന്ന്, ഇതിൽ വ്യാജമായ രേഖയാണ് താങ്കൾ ചമച്ചു എന്ന് കോടതി പോലും പറയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഉള്ള നിയമവശങ്ങൾ പരിശോധിച്ച് LDFുമായി ആലോചിച്ച് താങ്കൾ മുന്നോട്ട് പോകും നിയമ പോരാട്ടത്തിലും രാഷ്ട്രീയ പോരാട്ടത്തിലും, അല്ലേ? നിയമ പോരാട്ടത്തിലും രാഷ്ട്രീയ പോരാട്ടത്തിലും ഒന്നിച്ച് ഇടതുപക്ഷവുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകും. യെസ്, താങ്ക് യു. കാരാട്ട് റസാഖ് MLA ആണ് പ്രതികരിച്ചത്. കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. എന്നാൽ 30 ദിവസത്തെ സ്റ്റേയും അനുവദിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കാരാട്ട് റസാഖ് ഇപ്പോൾ 30 ദിവസത്തേക്ക് MLA ആയി തുടരും. എന്നാൽ എതിർ സ്ഥാനാർത്ഥിയായ MA റസാഖിനെ ഉള്ള വിജയിയായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ഈ വിധി, സാധാരണഗതിയിൽ ഇത്തരത്തിൽ റദ്ദാക്കപ്പെടുന്ന വിധികളുടെ പരിശോധിച്ചാൽ അഴീക്കോട് മണ്ഡലത്തിന്റെ ഏറ്റവും പുതിയ ചരിത്രം എന്ന നിലയിൽ അഴീക്കോട് മണ്ഡലത്തിന്റെ അടക്കം പരിശോധിച്ചാൽ ആ അർത്ഥത്തിൽ ഇത് ലീഗിന് ഒരു വിജയമായി കാണാനാകില്ല എന്ന അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് കാരാട്ട് റസാഖ്
MLA-യും സൂചിപ്പിച്ചത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. കോടതിയുടെ വിശദാംശങ്ങളുമായി. ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാനാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ സാലി? അജിംഷാദ്, പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതായത് 2005 ഇതുമായി ബന്ധപ്പെട്ട് ഈ എതിർ സ്ഥാനാർത്ഥിയായ റസാഖ് മാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണവും വിവാദവും ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെ പിന്നീട് കേസാവുകയും 2005 കോടതി ഈ കേസിൽ തെളിവില്ലെന്ന് കണ്ട് ഇവരെയൊക്കെ വെറുതെ വിടുകയും ചെയ്തതായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ തന്നെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഈ കാരാട്ട് റസാഖ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് പരാതി, എന്നുള്ളതാണ് ആരോപണം. മാത്രമല്ല, ഈ കാരാട്ട് റസാഖിന്റെ കൗണ്ടിംഗ് ഏജന്റ് സുരേഷ് എന്നയാൾ ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള സുരേഷ് എന്നയാൾ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നും പറയുന്നു. അത്തരം, അതായത് കാരാട്ട് റസാഖുമായി ഈ ദൃശ്യങ്ങൾക്കുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചത് കാരാട്ട് റസാഖോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ആണ് എന്ന് കോടതി നിഗമനത്തിലെത്തി. മാത്രമല്ല, കോടതി ഈ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു എന്നും കോടതി വ്യക്തമാക്കുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോടതി എത്തിയിരിക്കുന്ന നിഗമനം ഇതാണ്: ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് അഴിമതിയാണ് കാരാട്ട് റസാഖ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജനപ്രതിനിധിയായി തുടരാൻ, MLA ആയി തുടരാൻ കാരാട്ട് റസാഖ് യോഗ്യനല്ല എന്നുള്ളതാണ് ഈ വിധിന്യായത്തിന്റെ ഉള്ളടക്കം. അതായത്, പക്ഷേ അതിനുശേഷം വിധി പുറത്തു വന്നതിന് ശേഷം കാരാട്ട് റസാഖ് അതേ കോടതിയിൽ സ്റ്റേ അപേക്ഷ സമർപ്പിച്ചു. സ്റ്റേ അപേക്ഷയിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ സ്റ്റേ നൽകിയില്ലെങ്കിൽ, താൻ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്, സ്റ്റേ നൽകിയില്ലെങ്കിൽ ആ കാലയളവിൽ മണ്ഡലത്തിന്റെ നിയമസഭാ പ്രാതിനിധ്യം നഷ്ടമാകും തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിനെ തുടർന്ന് അത് പരിഗണിച്ച കോടതി 30 ദിവസത്തേക്ക് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 30 ദിവസത്തെ സ്റ്റേ കാലയളവിൽ നിയമസഭാ സമ്മേളനത്തിലടക്കം പങ്കെടുക്കാൻ കാരാട്ട് റസാഖിന് അവകാശമുണ്ടായിരിക്കും എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്: കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിലെ 2 വോട്ടർമാരാണ് കോടതിയെ സമീപിച്ചത്. KP മുഹമ്മദ്, മൊയ്തീൻ കുഞ്ഞി എന്നീ 2 വോട്ടർമാർ കോടതിയെ സമീപിക്കുകയായിരുന്നു. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖ് മാസ്റ്ററെ അപമാനിക്കുന്ന തരത്തിൽ, എതിർ സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായ തകർക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററി ആയി നിർമ്മിച്ച് അത് മണ്ഡലത്തിലുടനീളം പ്രദർശിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി. അത് ബോധപൂർവം പ്രതിച്ഛായ തകർക്കാനും എതിർ സ്ഥാനാർത്ഥിയെ നശിപ്പിക്കാനും ഉള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെ അത് പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട്, ജനപ്രാതിനിധ്യ നിയമത്തിന്റെ വ്യവസ്ഥകൾക്കെതിരാണ് എന്നുള്ളതായിരുന്നു ഇവരുടെ ഹർജിന്റെ കണ്ടന്റ്. അത് പരിഗണിച്ച കോടതി ചില സാക്ഷികളെയും മറ്റും വിസ്തരിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി, സാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി സാലി, അതായത് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതിനായി കോടതി വിധിക്ക് നിദാനമായത് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചതിലെ വ്യാജ സ്വഭാവമല്ല, അങ്ങനെ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടില്ല, അതിന്റെ വസ്തുത ശരിയാണെന്നാണ്. പക്ഷെ അങ്ങനെ പ്രചരിപ്പിച്ചു എന്നതും അതിലെ കണക്കുൾപ്പെടുത്തിയില്ല എന്നതുമാണ്. അത് വ്യക്തിഹത്യയുടെയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അഴിമതിയിലും പെടുമോ? ഒരുപക്ഷെ കണക്കിൽ ഉൾപ്പെടുത്താത്തത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ വീഴ്ചയാണ് എന്ന് വരാം. പക്ഷെ അത് സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുന്നതിലേക്ക് അല്ലെങ്കിൽ MLA സ്ഥാനം റദ്ദാക്കുന്നതിലേക്കൊക്കെ പോകുമോ എന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ കാരാട്ട് റസാഖ് തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, തുടർന്നുള്ള നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടം LDF നേതൃത്വവുമായി ആലോചിച്ച് മുമ്പോട്ട് വെക്കുമെന്നതാണ്. പ്രത്യേകിച്ച് ലീഗ് കേന്ദ്രത്തിൽ നിന്ന് LDF-ലേക്ക് വന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ കാരാട്ട് റസാഖ്, അല്ലേ? അജിംഷാദ്, കേവലം 600-ൽ താഴെ വോട്ടുകൾക്ക് ലീഗിന്റെ ഒരു ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലം എന്ന് തന്നെ പറയാം. പതിറ്റാണ്ടുകളായി ലീഗ് മാത്രം സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചു വന്നിരുന്ന ഒരു മണ്ഡലമാണ് കൊടുവള്ളി. ലീഗിന് വലിയ ജനകീയ അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷെ ഇത്തവണ പതിവിന് വിപരീതമായി ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാരാട്ട് റസാഖിന് വിജയിക്കാൻ കഴിഞ്ഞു. അന്നു മുതൽ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായി ഒക്കെ ലീഗ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. രാഷ്ട്രീയപരമായി ഒരു വശത്ത് റസാഖിനെ ഒറ്റപ്പെടുത്തുകയും അപമാനിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പ്രകടനങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോഴും ലീഗ് പ്രവർത്തകരെയും ലീഗുമായി ബന്ധപ്പെട്ട വോട്ടർമാരെ ഉപയോഗിച്ച് നിയമവഴിയും ലീഗ് തേടിയിരുന്നു. അതിന്റെ ഭാഗമായി വന്ന ഒരു കേസാണിത് സ്വാഭാവികമായും. പക്ഷേ ഇതിൽ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ്, അതായത് കാരാട്ട് റസാഖിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട MA റസാഖ് മാസ്റ്റർക്കെതിരെ ഉള്ള ചില ആരോപണങ്ങളായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്.
അത് കോടതിയിലെത്തുകയും 2005 കോടതി ആരോപണങ്ങൾക്ക് കഴമ്പില്ലെന്ന് കണ്ട് പ്രതികളെ വെറുതെ വിടുകയും ചെയ്ത കേസാണ് എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നേ ഇല്ലായിരുന്നു 2016 പക്ഷെ അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നും MA റസാഖ് മാസ്റ്റർ കൈക്കൂലി വാങ്ങി എന്നും അടക്കം പ്രചരിപ്പിക്കുന്ന തരത്തിലൊരു വീഡിയോ ഡോക്യുമെന്ററി നിർമ്മിച്ച് പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. അത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ്. കൃത്രിമമായി അത്തരം പ്രചരണം നടത്തുന്നതും തെറ്റായ പ്രചരണം നടത്തുന്നതും പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ടിന്റെ ലംഘനമാണ് എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് കോടതി വിധിന്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. ശരി 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 സലീം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും കൊടുവള്ളി MLA കാരാട്ട് റസാഖ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നു. പക്ഷേ എതിർ സ്ഥാനാർത്ഥിക്ക് വിജയിയായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും 30 ദിവസത്തേക്ക് വിധിക്ക് സ്റ്റേയുണ്ട്. ആ അർത്ഥത്തിൽ കാരാട്ട് റസാഖിന് നിയമസഭയിലടക്കം കൊടുവള്ളിയെ പ്രതിനിധീകരിക്കാം, അല്ലെങ്കിൽ നിയമസഭയിൽ പങ്കെടുക്കാം എന്നതടക്കമുള്ളവയുണ്ട്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സാലിം മുഹമ്മദും PV കുട്ടനും നൽകിയത്.